എന്താ മൂന്നാല് ദിവസം അവള് കിടക്കണെന്നെ വേറെ ചെയ്യപ്പെട്ട അതിന് അവൾക്ക് ഡൈവേഴ്സ് വേണത്ര. എന്ത് വിവാഹമോചനേ അവളില്ലാതെ പറ്റില്ല ചെയ്യപ്പെട്ട. അത്രയ്ക്ക് ഇഷ്ടമാണ്. അവള് വെറുതെ പറയാവണ അപ്പഴത്തെ ദേഷ്യത്തില് അതിന് ഈ എന്തിനാണ് കരയണു പോട്ട ഈ ആകത്രേ ഉള്ളൂ. അയ്യേ അയ്യയ്യേ കരയാണ്ടിരിക്കടാ കരയാണ്ടിരിക്കടാ. ഇവ ബാക്കിയുള്ളവരോട് കരയിപ്പിക്കോ? കരയണ്ടൊക്കെ അവള് വെറുതെ പറഞ്ഞല്ല, അവള് 2 ദിവസമായിട്ട് അടുപ്പിക്കണമെന്നില്ല. ഒരു വഴി പറഞ്ഞ ഇവിടെ കാര്യം വിളിക്ക. അവള് കൂട്ടി പോയ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ? ഈ ആദ്യം ഈ ഓളിയുള്ള നിർത്ത്. വലഞ്ഞലോ ഇവളറിയണ ഞാനൊന്ന് ആലോചിക്കട്ടെ. സൂപ്പറിനാടാ പണ്ടാറക്കാല ഇതിന്റെ കുടുംബം കൂട്ടി ചൊറക്കാൻ നടക്കല്ലേ? പ്രാലാണ് ചെറുത് അടിച്ചിട്ട് പോയി കയ്യേ ഈ വിട്ടയ്യേ പോയിക്കാർന്ന് എടത് വീട്ടിൽ കൊണ്ടുപോയി അവളടുത്ത് കളയടാ. ഈ കുടിക്ക് എന്താ ചെയ്തു? എന്നെ വിടിക്കേ. എടാ സോമരസല്ലടാ, വെറുതെ കളയണത്. ഈ പോയിക്കേ സുബ്രയ്യേ. അവിടെ ഇതൊന്നും സുബറിനൊരു വിഷയമല്ല. അമ്മ ഫോൺ അമ്മ ഫോൺ മീനൂട്ടി എന്റെ തല പൊളിഞ്ഞിരിക്കാട്ടോ. മര്യാദക്ക് പോയിരുന്നു പഠിച്ചോ. തല പൊളിഞ്ഞിരിക്കുമ്പോ ഈ സീരിയൽ തന്നെ കാണല്ലോ. പ്രായത്തിലുള്ള വർത്തമാനം പറഞ്ഞിട്ടേ ഇതെനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഫോണല്ലേ, അല്ലാതെ അമ്മക്ക് കിട്ടിയ ഫോണൊന്നുമല്ലല്ലോ. എപ്പം നോക്കിയാലും ഒരു സീരിയല് സീരിയല്. അമ്മ എന്താ അമ്മ ആ ഫോണൊന്നും തരുമോ? ഞാൻ ഈ അച്ഛ ടി വി നേരാക്കില്ല. അമ്മ അച്ഛാ ഓ അച്ഛാ അമ്മ എനിക്ക് ഫോൺ തരുന്നില്ല. ഓ തുടങ്ങിയ പൊന്നാന്റെ പരാതി. എടുത്തോ എന്താ എന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞോ? ആ അതൊക്കെ കഴിഞ്ഞു. എന്താ പൊന്നു ഈ മാറിയിരിക്കണത്? മനജേ അത് വിടേ. നോക്ക് തുള്ളിയാൻ തൊട്ടിട്ടില്ല. ഞാൻ പറഞ്ഞൊന്ന് കേക്കിയേ പൊന്നോ. പോയിക്കോളൂ ഇവിടുന്ന് കൊഞ്ചാൻ നിക്കണ്ടേ. കുട്ടി ഞാൻ പറഞ്ഞൊന്ന് കേൾക്കി. തൊടണ്ടെന്നല്ലേ പറഞ്ഞു. മനജേ ഇതെന്താണ്? ഞാൻ എന്താ വേണ്ടത്? പറയുഞ്ഞ് ഞാൻ എന്താ വേണ്ടത്? പറ. നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. ഈ ഡിവോഴ്സ് വേണം. എന്താ പറയണെന്ന് എനിക്ക് വല്ല ബോധമുണ്ടോ?
എങ്ങനെ എനിക്കിതൊക്കെ പറയാൻ തോന്നണ? ഒരു ഈയും കുട്ടിയില്ലാണ്ട് എനിക്ക് എങ്ങനെയാണ് ഈ പഴയതൊക്കെ മറന്നൂല്ലേ? ഈ ഇല്ലാണ്ട് എനിക്ക് പറ്റുമോ? നിനക്ക് എന്തിനാ ഞാൻ? നിനക്ക് എന്തിനാ ഞാൻ? കള്ളു പോരെ? എനിക്ക് ഡിവോഴ്സ് വേണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് എവിടേക്കാച്ചാ പോക്കോ. ഇവിടെ നിൽക്കണ്ട. വനജ ഇനി ഒരു കുന്തൂല്ല. കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങി നിങ്ങളുടെ കള്ളുകൂടി സഹിക്കണമെന്നാ ഞാൻ. മതിയായി എനിക്ക്. അച്ഛാ എന്താ അച്ഛാ? കഴിഞ്ഞോടി നിന്റെ മൊബൈൽ നോക്കല്? കഴിഞ്ഞോന്ന്? ഞാൻ അവിടെ നിന്ന് കുറ്റിട്ടുണ്ട്. അവിടെ നിന്ന് കുറ്റിടൊന്നും വേണ്ട. അവളുടെ ചെവിയോർക്കാൻ വന്നിരിക്കും അവള്. പക്ഷെ തല വരുത്തിട്ട് വയ്യോ. എന്താ കാട്ടണം? ആ കുട്ടി കേട്ട എന്താ വിചാരിക്ക? എന്താ കേട്ടാലെന്ന്? നമ്മുടെ കല്യാണത്തിന്റെ അന്ന് കുടിച്ച ആളല്ലേ നിങ്ങള്? മെല്ലെ പറയേ. കുടിച്ചില്ലേന്ന്? കുടിച്ചു, സമ്മതിച്ചു. ഞാൻ നിന്റെ ആരാ? ഉറച്ചെറുക്ക്. നീ എൻ്റെ ആരാ? ഉറപ്പുണ്ട്. തന്നത് എൻ്റെ ഏട്ടൻ, എൻ്റെ ചേച്ചിയുടെ ഭർത്താവും. രാജീവും പ്രകാശ് മിക്ക അഞ്ഞര. എൻ്റെ വീട് ഏതാ? എൻ്റെ അമ്മാവൻ്റെ വീട്. അവിടെ വരുമ്പോൾ വല്ലപ്പോഴും ഞാൻ ഇത്തിരി കഴിക്കലുണ്ട്. അതെനിക്കറിയണല്ലേ. നമ്മൾ തമ്മിൽ ബീറ് വരെ കഴിച്ചിട്ടില്ലേ? ബീറ് ആ മത്തങ്ങ തലമാർക്ക് ബോധമില്ലെന്ന് വിചാരിക്കാം. കല്യാണ ദിവസമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാതിരുന്നൂടെ? എന്തപ്പോ അതിനുണ്ടായി? എന്തുണ്ടായെന്നാ? ബലാത്സംഗല്ലേ നിങ്ങളെന്ന് തന്നെ ചെയ്തത്? എനിക്ക് അന്ന് പിടിച്ച നടുവേദന. നാളെക്കേടോട് ഞാൻ പുറത്ത് പറയാത്തതാ. അല്ലെങ്കിൽ ഞാൻ അന്ന് എല്ലാം അവസാനിപ്പിക്കേണ്ടതാ. എന്നോ നടന്ന കാര്യം പറഞ്ഞിട്ട് എന്തിനാ മനസ്സിലാ നമ്മളിപ്പോൾ തല്ലുകൊടുന്നു? ഞാനും മനുഷ്യനാണ്. എനിക്കുണ്ട് വിഷമങ്ങളൊക്കെ. നന്നായി പോയി. വിഷമവും സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തോ ആവാലോ, തിരിച്ചും മറിച്ചും. ബാക്കിയുള്ളവരൊന്നും മനുഷ്യരല്ലല്ലോ. നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അടിക്കുക. എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയേ. പക്ഷെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇനി ആവാലോ. തൊടണ്ട നിങ്ങള്. എവിടേക്കാച്ചാ പോക്കോ. അവളിപ്പോ പിരിയണമെന്നാ പറയണ. ഒറ്റ വഴിയേ ഉള്ളൂ. അവളുടെ കാലിലങ്ങോട്ട് വീണു. എന്താ ഇയാളീ പറയണ? എന്ത് ഇയാള് പറയും? കാലിലോ? എന്താ വരില്ലേ? എന്തായൊന്നും ഉണ്ടാത്ത്? എൻ്റെ പുറപ്പെണ്ണല്ലേ? എൻ്റെ ഭാര്യയല്ലേ? എൻ്റെ കുട്ടിയുടെ അമ്മയല്ലേ? പിന്നെന്താ പ്രശ്നം? ഇപ്പൊ നേരത്തെ എൻ്റെ കൈ പിടിച്ച് കരഞ്ഞില്ലേ? എൻ്റെ കാല് പിടിക്കാന്ന് പറഞ്ഞില്ലേ? അത് നേരെ പോയിട്ട് അവളുടെ കാല പിടിച്ചളാ. ഇപ്പൊ ഈ കരയണ പോലെ ഒന്ന് കരയും ചെയ്തളാ. അല്ലേ? അതൊക്കെ രണ്ടാം നമ്പർ കേട്ടോ. ഈ പെണ്ണുങ്ങളെ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞ അയ്യേ. അച്ഛൻ്റെ കൂടെ പൂരം കാണാൻ പോവും വേണം, അമ്മയുടെ മല കുടിക്കും വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതിലിപ്പോ അവിടെ പൂരം ഒറ്റയടി തന്നാലല്ലോ പൂരം വെടിക്കെട്ട് ഒന്നിച്ച് കാണും. ഒരു കാര്യം പറയല്ലടാ, മാനം ചെറുപ്പത്തിൽ പോയി എന്നൊക്കെ വരും. ഇതിപ്പോ ആരും കാണുന്നില്ലല്ലോ, വീട്ടിലല്ലേ. നടക്കോ? എന്താ നടക്കാണ്ട്? നടക്കും, നടക്കണം. നടന്ന ചരിത്രമുണ്ട്. തൻ്റെ കയ്യല്ല, എൻ്റെ കാലാന്ന് നീ വിചാരിക്കണം. ഞാൻ എൻ്റെ കാല് പിടിക്കണ ഞാൻ പിടിക്കുകയും ചെയ്യാം. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ പറഞ്ഞില്ല എന്നോട്.
ആ പൊന്നല്ലേ, എന്നോട് ക്ഷമിക്കേ. ഒരു 100 വട്ടം എന്നോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്നോട് പിണങ്ങി നടക്കാൻ എനിക്ക് വയ്യ. എനിക്ക് പൊന്നാരം കേൾക്കണ്ടേ? നിങ്ങൾ എവിടേക്കാന്ന് വെച്ചാ പൊക്കോ. എനിക്ക് കാണണ്ട. എനിക്ക് നിങ്ങളുടെ കൂടെ പൊറുതി മതിയായി. എവിടേക്കാച്ചാ പൊക്കോ. എനിക്കൊരു കാര്യം അറിയാം. ഞാൻ ഈ കാര്യം നമ്മുടെ അയ്യപ്പേട്ടനോടും മണിയേട്ടനോടും പറഞ്ഞു. കാര്യം എന്താ അറിയോ, എന്തായാലും തെറ്റെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാ. അയ്യപ്പേട്ടൻ പറഞ്ഞെന്താ അറിയോ, പോയി അവളുടെ കാല് പിടിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊക്കെ പറയണത്. ഞാൻ എൻ്റെ കാലിൽ വീഴണമെങ്കിൽ കാലിൽ വീഴാം. നിങ്ങൾ ആരോടാ പറഞ്ഞെന്ന് പറഞ്ഞേ? ഇവിടെ അയ്യപ്പേട്ടനോട്. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇവിടെ മണിയേട്ടൻ. ഇപ്പൊ എൻ്റെ കാല് ശരിക്കും പിടിക്കണമെങ്കിൽ പിടിക്കുകയും ചെയ്യട്ടോ. നിങ്ങൾ എന്നെ അടിച്ചതും പോരാഞ്ഞിട്ട് കണ്ടവരോടൊക്കെ കഥയും പറഞ്ഞു നടക്കാണല്ലേ? പിന്നെന്തൊക്കെ പറഞ്ഞു? കണ്ടോരോടോ? ഇവിടെ അയ്യപ്പേട്ടനും മണിയേട്ടനല്ലേ? തേങ്ങയുടെ മൂടാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? പെണ്ണുങ്ങളോടൊക്കെ എന്തു ആവാന്നോ? നിങ്ങൾ എന്ത് കടയിൽ സഹിക്കുന്ന? മനസ്സേ, അച്ഛാ, അച്ഛാ, അമ്മേ, അച്ഛാ. കാട്ടി ദുരിപ്പെട്ടോളെ ഇനെ തച്ചോളെ. ഹലോ. ആ ഇവിടെ മണിയാണേ. ആ എന്തര മണിയെ? രവിയുടെ ചെവിക്ക് 6 തുന്നിട്ടെന്ന് കേട്ടല്ലോ, ശരിയാ? 6 9 തുള്ളലുണ്ട്. 9? ചെവിയൊക്കെ ഇങ്ങോട്ട് കിഴിഞ്ഞ് തൂങ്ങിയെന്നാ കേക്കണത്. അയ്യോ, എന്തുകൊണ്ട് ഈ പന്നി തച്ചിനാവോ? ചേരവോണ്ടേ എന്തെങ്കിലും വേണോ? മണിയെ യോഗ ഉണ്ടൊക്കെ ഞാൻ നാളെ വിളിക്കാം. എന്താ ഇപ്പത് കഥ? അവനോന്റെ കാര്യം കഴിഞ്ഞിട്ടേ ചുരുണ്ടോടി തിരിഞ്ഞാട് കിടക്കണോരാ. ഒരു മേലെ കയറിയിരുന്നേന്റെ കേസ് തീർക്കാൻ നടക്കണ്. കേക്കണ്ട. നാട്ടിൽ എത്ര പെണ്ണുങ്ങളുണ്ട്? ഇതിന് സുഖം കിട്ടുന്നുണ്ട് എന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അതിനെ കൂടെ കിടക്കണോരേ ഉണ്ടിട്ടാ കിടക്കണത്, ഉണ്ണാതെ കിടക്കണത് ചോദിക്കാനൊരു മനസ്സ് വേണം. എത്ര എണ്ണത്തിലുണ്ട് അത്? ഉണ്ടാതെ കിടന്നോളുകളവിടെ. എന്നെ കൊണ്ട് പറയിക്കണ്ടങ്ങള്. ചേരം കൊണ്ട് തച്ചിട്ടുണ്ടെങ്കിൽ നന്നായി. ഞാനാണെങ്കിണ്ടല്ലോ വെട്ടിയാണ് തീർക്കും. എന്താ ഒരു അന്വേഷണം.